സ്നേഹത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും നാം ഒരുപാട് സംസാരിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്നേഹം ശിരസിൽ നിന്നാണോ അതോ ഹൃദയത്തിൽ നിന്നാണോ ഉദിക്കുന്നത്? യുക്തിയുടെ തണുപ്പിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഊഷ്മളതയിലേക്കുള്ള മാറ്റമാണ് 16ാമത്തെ വിദ്യ. ഓരോ ഇന്ദ്രിയവും ഹൃദയമെന്ന താമരയുടെ ഇതളുകളാണ്. നിങ്ങളൊരാളെ സ്പർശിക്കുമ്പോഴോ സംഗീതം കേൾക്കുമ്പോഴോ അത് നിങ്ങളുടെ തലച്ചോറിനെ സ്പർശിക്കാതെ നേരിട്ട് ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. യുക്തിക്ക് സ്നേഹിക്കാൻ അറിയില്ല. അത് വെറും കണക്കുകൂട്ടലുകൾ മാത്രമാണ് നടത്തുന്നത്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഹൃദയമെന്ന താമരയിൽ ലയിച്ചു ചേരട്ടെ. സ്നേഹം ഗാഢമാകുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുന്നു. ഹൃദയത്തിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നാം പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലുള്ള നാഭീകേന്ദ്രത്തിലേക്ക് സ്വയം വീഴും. ബുദ്ധി നമ്മളെ വഞ്ചിച്ചേക്കാം, എന്നാൽ ഹൃദയം ഒരിക്കലും തെറ്റാറില്ല. സ്നേഹത്തെ ഒരു ധ്യാനമായി മാറ്റും. ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിനകത്ത് വിലയം പ്രാപിക്കുമ്പോൾ ആ താമരയുടെ മധ്യത്തിലെ ശാന്തി നമ്മൾ തിരിച്ചറിയും. നമസ്കാരം പ്രിയമുള്ളവരെ. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ ഓരോ പടവുകളും നമ്മെ ബോധത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ വിദ്യയിൽ നാം ശിരസിലെ ദ്വാരങ്ങൾ അടച്ചുപിടിച്ച് ബോധത്തെ ഉള്ളിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എല്ലാവർക്കും ആ വിദ്യ ഒരുപോലെ വഴങ്ങിക്കൊള്ളണമെന്നില്ല. യുക്തിയേക്കാൾ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്നേഹസമ്പന്നരായ മനുഷ്യർക്കായി ശിവൻ വെളിപ്പെടുത്തുന്ന അതീവ സുന്ദരമായ വിദ്യയാണ് 16ാമത്തെ വിദ്യ. എല്ലാ സത്യാന്വേഷികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനുഷ്യരെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന് ശിരസിനോട് ആഭിമുഖ്യമുള്ളവരും, രണ്ടാമത്തെ വിഭാഗം ഹൃദയത്തോട് ആഭിമുഖ്യമുള്ളവരും. ഇതിൽ ശിരസിനോട് ആഭിമുഖ്യമുള്ളവർ എല്ലാത്തിനെയും തലച്ചോറിലൂടെയാണ് കാണുവാൻ ശ്രമിക്കുക. സ്നേഹിക്കപ്പെടുമ്പോൾ പോലും അതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുകയും കണക്കുകൂട്ടലുകൾ നടത്തുകയും ചെയ്യും. ഇവർക്ക് യുക്തിയാണ് പ്രധാനം. എന്നാൽ ഹൃദയത്തോട് ആഭിമുഖ്യമുള്ളവർ എല്ലാറ്റിനെയും ഹൃദയത്തിലേക്കെടുക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരമുണ്ടാവില്ല. ഞാൻ സ്നേഹിക്കുന്നു, അത്രമാത്രം എന്നതായിരിക്കും ഇവരുടെ മറുപടി. യുക്തിയേക്കാൾ സ്നേഹത്തിന് ഇവർ വില കൽപ്പിക്കും. നമ്മുടെ ലോകം ഇന്ന് ഏറെക്കുറെ ശിരസിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. സ്കൂളുകളും കോളേജുകളും ബുദ്ധിയെ പരിശീലിപ്പിക്കുകയാണ്. എന്നാൽ ഹൃദയത്തെ പരിശീലിപ്പിക്കാൻ നമ്മുടെ ഈ ലോകത്ത് ഒരിടവുമില്ലതാനും. ഒരു യാചകനെ കാണുമ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചോ കമ്മ്യൂണിസത്തെക്കുറിച്ചോ ചിന്തിക്കുന്നവൻ ശിരസിലാണ് ജീവിക്കുന്നത്. അയാൾക്ക് ആ യാചകൻ ഒരു വെറും ചിഹ്നം മാത്രമാണ്. എന്നാൽ ഹൃദയാലുവായ ഒരാൾക്ക് ആ യാചകൻ ഒരു വ്യക്തിയാണ്. അയാളിവിടെ ആ മനുഷ്യനെ സഹായിക്കാൻ ആഗ്രഹിക്കും. മനസ്സ് ഭാവിയിൽ ജീവിക്കുമ്പോൾ ഹൃദയം ഇപ്പോൾ ഇവിടെ ഈ നിമിഷത്തിലാണ് ജീവിക്കുക. ഈ വിദ്യ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ആദ്യം നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പലരും തങ്ങൾ ഹൃദയമുള്ളവരാണെന്ന് സ്വയം വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം സ്നേഹമില്ലാത്തവനാണെന്ന് സമ്മതിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ നിഷ്പക്ഷമായി നമ്മളെ തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഓരോ കാര്യത്തോടും നമ്മുടെ പ്രതികരണം ബുദ്ധി കൊണ്ടാണോ അതോ ഹൃദയം കൊണ്ടാണോ നമ്മൾ ഈ ലോകത്തെ തൊടുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എത്രത്തോളം പരിഷ്കൃതനാകുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയം അവഗണിക്കപ്പെടുന്നു എന്നതാണ് സത്യം. ഹൃദയംഗമായ പ്രാർത്ഥന ഇന്ന് ലോകത്ത് അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ തണുത്ത യുക്തികളിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ 16ാമത്തെ വിദ്യ നമ്മോട് പറയുന്നത് യുക്തികളെ മാറ്റി നിർത്തി ഹൃദയത്തിൻ്റെ ഊഷ്മളതയിലേക്ക് മടങ്ങാനാണ്.
ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിനകത്ത് ലയിക്കുമ്പോൾ അവിടെ ഒരു താമര വിരിയുന്നു എന്ന് ശിവൻ പറയുന്നു. എന്താണ് ഈ ഹൃദയ താമര? ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ഈ താമരയുടെ ഇതളുകളായി മാറുന്നത്? ശിവൻ ഈ വിദ്യയിൽ പറയുന്നത് ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിനകത്ത് വിലയം പ്രാപിക്കണമെന്നാണ്. നമ്മുടെ കണ്ണും കാതും സ്പർശനവുമെല്ലാം സാധാരണയായി പുറം ലോകത്തെ വസ്തുക്കളിലേക്കാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ വിദ്യയിൽ ഓരോ ഇന്ദ്രിയവും ഹൃദയമെന്ന താമരയുടെ ഇതളുകളാണെന്ന് സങ്കല്പിക്കുകയും പുറത്തെ കാഴ്ചകളും ശബ്ദങ്ങളും നേരിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി അവിടെ ലയിച്ചു ചേരുന്നതായി അനുഭവിക്കണമെന്ന് ശിവൻ പറയുന്നു. നമ്മുടെ കാഴ്ചയും കേൾവിയും കേവലം വിവരശേഖരണമാവാതെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള വാതിലുകളാവേണ്ടതുണ്ട്. ശിരസ്സെപ്പോഴും കണക്കുകൂട്ടലുകളുടെ ഇടമാണ്. അതെപ്പോഴും ലാഭനഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ ആലോചിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശിരസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാളുടെ സ്പർശനം നമുക്ക് തണുത്തതും നിർജീവവുമായി അനുഭവപ്പെടും. എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം അത് ഊഷ്മളവുമാണ്. അത് നൽകാനാണ് ആഗ്രഹിക്കുന്നത്, മറിച്ച് കൈക്കലാക്കാനല്ല. ശിരസ് അഹങ്കാരത്തിൻ്റെ കേന്ദ്രമാണെങ്കിൽ ഹൃദയം വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കേന്ദ്രമാണ്. ഈ ഊഷ്മളതയാണ് ഒരു വ്യക്തിയെ സചേതനാക്കി മാറ്റുന്നത്. നമ്മളൊരാളെ സ്നേഹത്തോടെ സ്പർശിക്കുമ്പോഴോ ആലിംഗനം ചെയ്യുമ്പോഴോ അവിടെ സംഭവിക്കുന്നത് രണ്ട് ശരീരങ്ങളുടെ സംഗമമല്ല, മറിച്ച് രണ്ട് ഹൃദയങ്ങളുടെ ലയനമാണ്. ഹൃദയാഭിമുഖ്യമുള്ള ഒരാൾ സ്പർശിക്കുമ്പോൾ ആ ഊഷ്മളത മറ്റൊരാളിലേക്ക് പ്രവഹിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അവിടെ സ്പർശനമെന്നത് ഒരു ശാരീരിക പ്രവൃത്തിയല്ല, മറിച്ച് ഊർജത്തിൻ്റെ ഒരു ദാനമാണ്. ഈ ലയനത്തിലൂടെ മാത്രമേ നമുക്ക് മറ്റൊരാളുമായി ആഴത്തിൽ ബന്ധപ്പെടാൻ സാധിക്കൂ. ഹൃദയത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമേ ലോകം സുന്ദരമായി തോന്നൂ. യുക്തിയിലൂടെ നോക്കുന്നവന് സ്നേഹം പോലും വെറുമൊരു രാസപ്രവർത്തനം മാത്രമായിരിക്കും. എന്നാൽ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്ന ഒരാൾക്ക് തൻ്റെ പ്രിയപ്പെട്ടവരിൽ ദൈവികത കാണാൻ കഴിയും. സ്നേഹം അതിൻ്റെ ഉന്നതിയിലെത്തുമ്പോൾ അത് പ്രാർത്ഥനയായി മാറും. ഹൃദയമാകുന്ന ഈ താമരപ്പൂവാണ് നമ്മളെ പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ നമ്മൾ ശിരസില്ലാത്ത വെറും സ്നേഹം മാത്രമായ ഒരു അവസ്ഥയിലേക്ക് മാറും. അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ ഈ വിദ്യ കേവലം ഒരു തത്വചിന്തയല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കാവുന്ന ഒന്നാണ്. നമ്മൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നതെന്നും കേൾക്കുന്നതെന്നുമുള്ള രീതി മാറ്റുന്നതിലൂടെ നമ്മുടെ ബോധത്തെ മാറ്റാൻ കഴിയും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന ആ പ്രായോഗിക വിദ്യയെ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം. നമ്മൾ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും സ്പർശിക്കുമ്പോൾ അത് ശിരസിലൂടെ അറിയാതിരിക്കണം. കണ്ണുകളടച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയോ അതുമല്ലെങ്കിൽ ഒരു മരത്തെയോ അല്ലെങ്കിൽ മണ്ണിനെയോ സ്പർശിക്കണം. നമ്മുടെ കൈ എന്നത് ഭൂമിയെ തൊടാനായി നീട്ടപ്പെട്ട നമ്മുടെ ഹൃദയം തന്നെയാണെന്ന് നമ്മൾ സങ്കല്പിക്കണം. ആ സ്പർശനത്തിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഊർജം കൈകളിലൂടെ ആ വസ്തുവിലേക്ക് പ്രവഹിക്കുന്നത് നമ്മൾ അനുഭവിക്കണം. നമ്മളൊരു സംഗീതം കേൾക്കുമ്പോൾ അത് മസ്തിഷ്കം കൊണ്ട് വിശകലനം ചെയ്യാതെ ആ സംഗീതം നമ്മുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് വന്ന് പതിക്കുന്നതായി അനുഭവിക്കണം. നമ്മളൊരു ശിരസില്ലാത്ത വ്യക്തിയാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. അതിനായി നമ്മുടെ കിടപ്പുമുറിയിൽ ശിരസില്ലാത്ത ഒരു ചിത്രം പോലും വയ്ക്കുന്നത് ഏറെ സഹായകമാകും. ആ സംഗീതത്തിൻ്റെ സ്പന്ദനത്തോടൊപ്പം നമ്മുടെ
ഹൃദയവും സ്പന്ദിക്കണം. സംഗീതം നമ്മുടെ ഹൃദയത്തിൽ ലയിക്കുമ്പോൾ അവിടെ വാക്കുകളില്ലാത്ത ഒരു മൗനം ഉടലെടുക്കും. ഒരു പൂവിനെയോ പ്രകൃതിയെയോ നോക്കുമ്പോൾ അത് കേവലം ഒരു കാഴ്ചയായി കാണാതെ ആ സൗന്ദര്യത്തെ ഹൃദയത്തിലേക്ക് വലിച്ചെടുക്കണം. ഓരോ കാഴ്ചയും ഹൃദയമാകുന്ന താമരയിലെ ഇതളുകളാണെന്ന് സങ്കല്പിച്ചാൽ, കാഴ്ചയുടെ ഉറവിടം ഹൃദയമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ നോട്ടത്തിൽ പോലും ഒരു പ്രത്യേക ആർദ്രത വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിൽ വിലയം പ്രാപിക്കുന്ന അവസ്ഥയാണ്. ഓരോ ഇന്ദ്രിയവും ഹൃദയമെന്ന താമരയിലെ ഓരോ ഇതളുകളാണ്. അവ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇന്ദ്രിയങ്ങളെ ഹൃദയവുമായി ബന്ധപ്പെടുത്തണം. രണ്ടാമതായി അവ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉറച്ചു കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങൾ നമ്മെ ഹൃദയത്തിൻ്റെ മധ്യത്തിലേക്കും അവിടെ നിന്ന് പരമമായ ശാന്തിയിലേക്കും നയിക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല, മറിച്ച് ഹൃദയത്തിലേക്ക് നയിക്കുന്ന പാലങ്ങളാണ്. ഹൃദയം ഇവിടെ ഒരു കേന്ദ്രമായി മാറുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ യുക്തിയേക്കാൾ സ്നേഹം പ്രകാശിക്കാൻ തുടങ്ങും. ഇതുവരെ നാം കണ്ടത് ഇന്ദ്രിയങ്ങളെ എങ്ങനെ ഹൃദയത്തിൽ ലയിപ്പിക്കാം എന്നതായിരുന്നു. എന്നാൽ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുക എന്നത് ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഒരു വലിയ വാതിലാണ്. ആ വാതിൽ തുറക്കുന്നത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും ആഴമേറിയ നാഭീകേന്ദ്രത്തിലേക്കാണ്. ശിരസിൽ നിന്ന് നാഭിയിലേക്ക് പോകാൻ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഹൃദയത്തിലൂടെയുള്ള യാത്ര എത്ര എളുപ്പമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഹൃദയത്തിൽ നമ്മൾ പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ യുക്തിയുടെയും ചിന്തകളുടെയും ഭാരം നമ്മളെ വിട്ടൊഴിയും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ താഴേക്ക് പതിക്കും. ഇതൊരു വീഴ്ചയല്ല, മറിച്ചൊരു ലയനമാണ്. ഹൃദയത്തിൽ നിന്ന് നാഭിയിലേക്കുള്ള ആ വാതിൽ സ്നേഹത്തിലൂടെ തുറക്കപ്പെടും. ശിരസിൽ നിന്നാണ് നമ്മൾ നാഭിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ വായുവിൽ നിന്ന് പാതാളത്തിലേക്ക് ചാടാൻ ശ്രമിക്കുന്നത് പോലെയാകുമത്. എന്നാൽ ഹൃദയം ഒരു ഇടനാഴിയായി മാറുമ്പോൾ ഈ യാത്ര സുരക്ഷിതത്വവും സുന്ദരവുമായി മാറും. നമ്മുടെ ശരീരത്തിലെ എല്ലാറ്റിൻ്റെയും ആധാരമായ കേന്ദ്രം നാഭിയാണെന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രപഞ്ചവുമായുള്ള നമ്മുടെ ആഴമേറിയ ബന്ധം നിലനിൽക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ഈ കേന്ദ്രത്തിലേക്ക് നമ്മൾ വലിച്ചെടുക്കപ്പെടുമ്പോൾ നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നിന്ന് അസ്തിത്വം എന്ന നിലയിലേക്ക് മാറും. പ്രാർത്ഥനകളെല്ലാം സഹായകമാകുന്നത് ഇതുകൊണ്ടാണ്. സ്നേഹം ഗാഢമാകുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുകയും നമ്മളെ ഈ പരമമായ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്യും. സ്നേഹമാണ് ദൈവമെന്ന് പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. സ്നേഹം എന്നത് ഒരു വികാരമല്ല, മറിച്ചൊരു വാതിലാണ്. നമ്മളൊരാളെ ഗാഢമായി സ്നേഹിക്കുമ്പോൾ അവിടെ ശിരസല്ല, ഹൃദയമാണ് പ്രവർത്തിക്കുന്നത്. ഹൃദയത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ദൈവികമായി തീരുന്നു. സ്നേഹത്തിൻ്റെ ആ നിമിഷത്തിൽ നമ്മൾ ഹൃദയത്തിൽ കേന്ദ്രീകൃതനാകുകയും അവിടെ നിന്ന് യാതൊരു പ്രയത്നവുമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് പതിക്കുകയും ചെയ്യും. പലപ്പോഴും സ്നേഹം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണെങ്കിലും അധികം താമസിയാതെ ശിരസ്സവിടേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ശിരസ് സ്നേഹത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നതോടെ അതിൻ്റെ പരിശുദ്ധി പൂർണ്ണമായും നഷ്ടപ്പെടും. കണക്കുകൂട്ടലുകളും ഉപാധികളും വരുമ്പോൾ സ്നേഹം ഒരു ഇടപാടായി മാത്രം മാറുന്നു. ശിരസിൻ്റെ ഇടപെടലുകളില്ലാതെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ സ്നേഹം നമ്മളെ ഹൃദയത്തിൻ്റെ താമരയിലേക്കും അവിടെ നിന്ന് നിത്യമായ ആനന്ദത്തിലേക്കും നയിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഹൃദയത്തിൽ നിന്ന് നാഭിയിലേക്കുള്ള ഈ യാത്രയാണ് വിനാശമില്ലാത്ത ശാന്തിയിലേക്ക് നമ്മെ എത്തിക്കുന്നത്. സ്നേഹം ഒരു പ്രാർത്ഥനയായി മാറുമ്പോൾ നമ്മൾ ലോകത്തെയും ദൈവത്തെയും ഒന്നായി കാണാൻ തുടങ്ങും. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 15ാമത്തെ വിദ്യയിൽ നാം കണ്ടത് തീവ്രമായ ഒരു മാർഗമാണ്.
എന്നാൽ 16-ാമത്തെ വിദ്യ സ്നേഹത്തിലും ഹൃദയത്തിൻ്റെ ആർദ്രതയിലും അധിഷ്ഠിതമാണ്. ഈ രണ്ട് വിദ്യകളും മനുഷ്യൻ്റെ വ്യത്യസ്ത പ്രകൃതങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് ഏറ്റവും അനുയോജ്യമായ വഴി ഏതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന താരതമ്യമാണ് ഇനി നമ്മൾ നടത്തുന്നത്. 15-ാമത്തെ വിദ്യയിൽ ശിരസ്സിലെ ദ്വാരങ്ങൾ അടച്ചു പിടിച്ചുകൊണ്ട് ബോധത്തെ പെട്ടെന്ന് അകത്തേക്ക് തിരിക്കുന്ന രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇതൊരു പരിശീലനമല്ല, മറിച്ച് അപ്രതീക്ഷിതമായി ചെയ്യേണ്ട ഒരു ചേഷ്ടയാണ്. ഇത് നമ്മുടെ ബോധത്തിൻ്റെ പഴയ ചാലുകളെ തകർക്കുകയാണ് ചെയ്യുന്നത്. 16-ാമത്തെ വിദ്യ എന്നത് ഇന്ദ്രിയങ്ങളെ ഹൃദയത്തിലേക്ക് സാവധാനം ലയിപ്പിക്കുന്ന രീതിയാണ്. ഹൃദയാലുക്കളായവർക്ക് ഇത് അതീവ മാധുര്യമുള്ള ഒരു അനുഭവമായിരിക്കും. ഈ വിദ്യ ഇന്ദ്രിയങ്ങളിലൂടെ ഒഴുകി ഹൃദയമെന്ന താമരയിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുക. 15-ാമത്തെ വിദ്യയിൽ നാം മരണത്തിൻ്റെ വക്കോളം എത്തുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും ശ്വാസമില്ലാതെ കഴിയില്ല എന്ന് തോന്നുമ്പോൾ മാത്രമേ ആന്തരികമായ ആ പ്രകാശം നമ്മിൽ വെളിപ്പെടുകയുള്ളൂ. മരണം അടുത്തെത്തിയെന്ന് തോന്നുമ്പോഴാണ് പഴയ ബന്ധങ്ങളുടെ വേരുകൾ അറ്റുപോയി പുതിയ ബോധമുദിക്കുകയുള്ളൂ. 16-ാമത്തെ വിദ്യയിൽ നാം സ്നേഹത്തിൻ്റെ പരകോടിയിലാണ് എത്തുന്നത്. ഇവിടെ ഭയമല്ല, മറിച്ച് ഊഷ്മളതയാണ് അനുഭവപ്പെടുക. സ്നേഹം പ്രാർത്ഥനയായി മാറുന്നതിലൂടെ നാം പ്രപഞ്ചവുമായി ഒന്നാകും. 15-ാമത്തെ വിദ്യ ചെയ്യുമ്പോൾ മരിക്കുമെന്ന് തോന്നുമ്പോൾ ഭയപ്പെടേണ്ടതില്ലെന്ന് ശിവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ബോധമുള്ള ഒരാൾക്ക് അത്ര എളുപ്പത്തിൽ മരിക്കാൻ കഴിയില്ല. നമ്മൾ അബോധാവസ്ഥയിലേക്ക് വീഴുകയാണെങ്കിൽ തന്നെ ശ്വാസനിശ്വാസം തനിയെ പുനരാരംഭിക്കുകയും ചെയ്യും. 16-ാമത്തെ വിദ്യയിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അത് ഹൃദയത്തെ കേന്ദ്രീകരിക്കുന്നതിനാൽ പ്രകൃതിദത്തമായി തന്നെ അത് സമാധാനപൂർണവുമാണ്. ബുദ്ധി കൊണ്ട് ലോകത്തെ നേരിടുന്നവർക്കും ദൃഢനിശ്ചയമുള്ളവർക്കും 15-ാമത്തെ വിദ്യ കൂടുതൽ ഗുണകരമാകും. എന്നാൽ വികാരജീവിയായ സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാൾക്ക് 16-ാമത്തെ വിദ്യയാണ് ഏറ്റവും അനുയോജ്യം. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതിനാൽ തന്നെ ഓരോ വിദ്യയും ഓരോ പ്രത്യേക മനസ്സുകൾക്കും മാത്രമേ സഹായകരമാവുകയുള്ളൂ. നിങ്ങൾ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെന്നത് നിങ്ങളെ തന്നെ എത്രത്തോളം സത്യസന്ധമായി നിരീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ഹൃദയത്തിലെ താമര തേടിയുള്ള നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിൽ ലയിക്കുമ്പോൾ ഞാനെന്ന ഭാവം അസ്തമിക്കുകയും സ്നേഹം മാത്രം ബാക്കിയാവുകയും ചെയ്യുകയാണ്. ഈ അവസ്ഥയിൽ സംഭവിക്കുന്ന ആത്മസമർപ്പണത്തിൻ്റെ ലഹരിയെക്കുറിച്ചും എങ്ങനെയാണ് ശിരസിൻ്റെ ഇടപെടലില്ലാതെ നമുക്ക് പൂർണ്ണതയിലെത്താൻ കഴിയുന്നതെന്നും നമുക്ക് നോക്കാം. സ്നേഹം പലപ്പോഴും ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. എന്നാൽ അധികം വൈകാതെ ശിരസ് അവിടേക്ക് കടന്നു വന്ന് അവിടുത്തെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് സാധാരണ ചെയ്യുക. ഒരിക്കൽ ശിരസ് സ്നേഹത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അതോടെ സ്നേഹത്തിൻ്റെ പരിശുദ്ധി പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. ശിരസിൻ്റെ ഇടപെടലുകളില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ സ്നേഹം തീർച്ചയായും പ്രാർത്ഥനയായി മാറും. ഹൃദയത്തിൻ്റെ കേന്ദ്രം അറിയുന്നതോടെ താഴെയുള്ള നാഭീകേന്ദ്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വളരെ എളുപ്പമാണ്. ശിരസിൽ നിന്ന് നാഭീകേന്ദ്രത്തിലേക്ക് പോകാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ ഹൃദയത്തിൽ പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുമ്പോൾ യുക്തി പ്രവർത്തിക്കാതാവുകയും നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ നാഭീകേന്ദ്രത്തിലേക്ക് സ്വയം പതിക്കുകയും ചെയ്യും. സ്നേഹമാണ് ദൈവമെന്ന് യേശുക്രിസ്തു പറഞ്ഞത് അതൊരു വാതിലായതുകൊണ്ടാണ്. നിങ്ങൾ ഗാഢമായ സ്നേഹത്തിലാണെങ്കിൽ ശിരസ്സുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത വിധത്തിൽ ഹൃദയം മാത്രമാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ പോലും ദൈവികതയായിത്തീരും. ഹൃദയത്തിൻ്റെ കണ്ണിന് സ്നേഹത്തിലൂടെയല്ലാതെ മറ്റൊന്നിനെയും കാണാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങൾ ഹൃദയത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ നിങ്ങൾ ആ താമരയുടെ മധ്യത്തിലെ ശാന്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഹൃദയം സ്നേഹത്തിൻ്റെ ദാനമാണ് നൽകുന്നത്.
അതെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ കൂടുതൽ നൽകാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ബോധം ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ ലോകത്തെയും ദൈവത്തെയും ഒന്നായി കാണാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, 16ാമത്തെ വിദ്യ നമുക്ക് നൽകുന്നത് സ്നേഹത്തിൻ്റെ ഒരു മഹാപ്രപഞ്ചമാണ്. ബുദ്ധി നമ്മളെ വഞ്ചിച്ചേക്കാം, എന്നാൽ ഹൃദയം നമ്മളെ ഒരിക്കലും വഴിതെറ്റിക്കില്ല. നമ്മുടെ ഓരോ നോട്ടവും സ്പർശനവും ഹൃദയത്തിൽ നിന്നാവട്ടെ. ഈ ദിവ്യബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളിലെ സ്നേഹ ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം.